ഹായ്, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. അപ്പോൾ ഡേ 3 മൂന്നാമത്തെ ദിവസമാണ് നമ്മുടെ ടൂറിൻ്റെ. അപ്പം ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഇന്നൊരു സർപ്രൈസ് എല്ലാവർക്കും പ്രേക്ഷകർക്കായിട്ട് വെച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. ഒരു 7:40 ആയപ്പോഴത്തേക്കാണ് എഴുന്നേറ്റത് മോർണിംഗ്. അപ്പോൾ ഇന്ന് 9 മണിയാകുമ്പോഴത്തേക്കും ലോബിയിൽ വരാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ടൈം 8:10 ഇനിയിപ്പോൾ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പെട്ടെന്ന് തന്നെ എനിക്ക് അങ്ങോട്ട് ചെല്ലണം. കാരണം കൊണ്ട് മറ്റൊരാളുടെ സമയം പോകരുതല്ലോ, അതുകൊണ്ടാണ്. അപ്പം എല്ലാം കുറച്ച് ഫാസ്റ്റായിട്ട് പറഞ്ഞു തീർക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇനി നമുക്ക് ശേഷം ലോബിയിൽ കാണാം. ബ്രേക്ക്ഫാസ്റ്റ് ലോബിയിൽ നമ്മൾ എത്തി. ഇവിടെ നല്ല തിരക്കുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ റൂം നമ്പർ എൻ്റർ ചെയ്യണം. മോർണിംഗ് 903. താങ്ക് യു. നമ്മൾ എൻ്റർ ചെയ്തു. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മുടെ ഫ്രണ്ട്സൊക്കെ നമ്മളെ വേവ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഞാനൊരു കുറച്ച് കോൺഫ്ലേക്സും ചോക്കോസും മിൽക്കും ഒരു ഗ്ലാസ് ജ്യൂസും പിന്നെ 2 ടോസ്റ്റഡ് ബ്രെഡും ബട്ടറും ജാമും പിന്നെ കുറച്ച് സോസേജസും വന്നിരിക്കുന്നത്. അപ്പോൾ കഴിക്കട്ടെ പെട്ടെന്നായിട്ട്. അപ്പോൾ താഴെ ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ തിരിച്ചു വന്നു. ഇനിയിപ്പോൾ നമ്മൾ കാർഡ് തിരിച്ചെടുത്തിട്ട് റൂം ക്ലോസ് ചെയ്ത് പോവുകയാണ്. ഇന്ന് ടൂറ് പോകുന്ന പാക്കേജിൽ ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു സ്പെഷ്യൽ അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ സിറ്റി ടൂറാണെന്ന്. സിറ്റിയിലുള്ള മോസ്റ്റ്ലി എല്ലാ വസ്തുക്കളെയും നമുക്ക് കാണാൻ പറ്റും. അത് കൂടാതെ ഇവിടെയുള്ള റോയൽ പാലസും കാണാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് സിറ്റി ടൂറ് ഇന്നൊരു ഭയങ്കര സർപ്രൈസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലങ്ങൾ നമുക്ക് വഴിയെ കാണാം. അപ്പോൾ അതിലെ ഏറ്റവും പ്രോമിസിങ് ആയിട്ടുള്ളൊരു കാര്യം ഇവർ പറഞ്ഞിരിക്കുന്നത് റോയൽ പാലസിൽ പോകാമെന്നുള്ളതാണ്. അപ്പോൾ അത് കണ്ടിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ നമ്മൾ ലോബിയിൽ വന്നു. ലോബിയിൽ എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പോൾ 2-3 പേര് വരാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ഡിലേ. ഇനിയിപ്പോൾ നമ്മളൊരു 9 മണിയാകുമ്പോഴത്തേക്ക് ഇവിടെ ഉണ്ടാവണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ 9 മണിയായി ഓൾറെഡി. അപ്പോൾ നമ്മുടെ യാത്രയ്ക്കുള്ള ബസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഹോട്ടലിൻ്റെ ലോബിയിൽ നിന്ന് നമ്മൾ ഇറങ്ങി ഇനിയിപ്പോൾ ബസ്സിൽ കയറി പോകാണ്. അപ്പോൾ നമുക്ക് നോക്കാം ബാക്കിയുള്ള വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ നമ്മുടെ പുറകെ ഇരിക്കുന്നതാണ് രാജു സാറ് പഴയ റിട്ടയർഡ് പോലീസുകാരനായിരുന്നു. നമ്മുടെ മണന്തിട്ടി സ്റ്റേഷനിലൊക്കെ ഇരുന്നിട്ടുണ്ട്. ഇവിടെ പോസ്റ്റ് തീർച്ചയായിട്ടും. ഏതായാലും ഞാൻ കള്ളത്തിനൊന്നും ചെയ്യാത്തതുകൊണ്ട് എനിക്ക് ആളെ ഭയങ്കര ഇഷ്ടമായിട്ടോ. ആൾ നല്ല ജോളിയായിട്ടുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ എന്തായാലും പരിചയപ്പെട്ടിട്ട് സന്തോഷം. ഹോം ടെമ്പിൾ എന്ന് പറഞ്ഞൊരു ടെമ്പിളിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടു ഹൃദയത്തിനൽ താരയിൽ വന്നിൻ ആഴലിൻ കോരിരുൾ മാറ്റി. ഹൃദയത്തിനൽ താരയിൽ വന്നിൻ ആഴലിൻ കോരിരുൾ മാറ്റി. നിന്റെ പ്രാർത്ഥന കേട്ടു. ഇതാണ് നമ്മൾ ഇന്ന് കയറാൻ പോകുന്ന ചൈനീസ് അമ്പലം എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളെല്ലാവരും? എല്ലാ ചൈനീസ് അമ്പലങ്ങളിലും ഈ വ്യാളികളുണ്ടാവും, ഈ പറക്കുന്ന ഡ്രാഗനുകൾ. അത് അവരുടെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. പണ്ട് ഇവരുടെ ദൈവങ്ങളും അതുപോലെ തന്നെ ദുഷ്ടന്മാരും സഞ്ചരിച്ചുകൊണ്ടിരുന്ന വെച്ചാൽ ഒരു വാഹനമായിരുന്നു ഈ വ്യാളി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ മുരുകന് മയിലെന്ന് പറയുന്ന പോലെ അങ്ങനെ ഇവരുടെ വിശ്വാസത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വ്യാളികളെ അവർ കൂടുതലായിട്ട് ഈ അമ്പലങ്ങളിൽ കാണിക്കുന്നത്. ഹോ ടെമ്പിൾ എന്നാണ് ഈ അമ്പലത്തിൻ്റെ പേര്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇനി സെക്കൻഡ് ഫ്ലോറിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഡ്രസ് കോഡുണ്ട്. നമ്മൾ അമ്പലത്തിൻ്റെ മുകളിലെത്തിയപ്പോൾ ഏകദേശം എല്ലായിടത്തും ലൈറ്റെല്ലാം ഇട്ടിട്ട് ഒരുപാട് ലൈറ്റുകൾ ഇട്ടിട്ട് നല്ല ഭംഗി കാണാനായിട്ട്. ഞാൻ പണ്ട് ഈ ജാക്കി ചാൻ്റെ സിനിമകളിൽ മാത്രമാണ് ഈ ചൈനീസ് അമ്പലങ്ങൾ അല്ലെങ്കിൽ ചൈനീസ് മൂവികളൊക്കെ കാണുമ്പോഴാണ് ഈ
ഞാൻ കണ്ടിട്ടുള്ളൂ, ഇതേപോലെയുള്ള അമ്പലങ്ങളെല്ലാം. അതിന് പ്രധാന കാരണം ജാക്കി ചാൻ്റെ പടങ്ങളിലെല്ലാത്തിലും തന്നെ ഈ ഒന്നില്ലെങ്കിൽ നിധി എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ആളുകളെ ചേസ് ചെയ്യുന്ന ഒരു ഓഫീസറായിരിക്കും ജാക്കി ചാൻ, അതല്ലെങ്കിൽ ഏതെങ്കിലും സീക്രട്ട് ഏജൻ്റ് ആയിരിക്കും. അങ്ങനെയാണ് ഞാൻ കൂടുതലായിട്ടും ഈ ഇതെല്ലാം കണ്ടിരിക്കുന്നത്. പ്രാർത്ഥിക്കേണ്ടവർക്ക് ചന്ദനത്തിരി ഇതേപോലെ എടുത്ത് വെച്ചിട്ട് പ്രാർത്ഥിക്കാം. അമ്പലത്തിൻ്റെ ഉള്ളിലാണിപ്പോൾ. അപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്ന പല പല ദൈവങ്ങളാണ്. ഗോഡസ് ഓഫ് വാട്ടർ ഫ്രണ്ട്, അതാണ് ഒരു ദൈവം. ദ ഹെവൻലി മദർ, പിന്നെ അതുപോലെ തന്നെ ജുവാൻ യിൻ, ദ ഗോഡസ് ഓഫ് മേഴ്സി. അപ്പോൾ ഇത്രയും ദൈവങ്ങളുടെ പടമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, ഒരുപാട് ദൈവങ്ങളുണ്ട്. ആ ദൈവങ്ങളുടെ എല്ലാവരുടെയും പടം ഇവിടെ വെച്ചിട്ടുണ്ട്. മുകളിലെ ചിത്രപ്പണികളാണ്. ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളെ ഇവർ പറയുന്നത് പക്കോട എന്നും കൂടി പറയാറുണ്ട്. അത് ഇവർ പ്രാർത്ഥിക്കുന്ന ഒരു രീതിയാണ്. ആ സ്റ്റിക്കുകളെല്ലാം കൂടി നോക്കിയിട്ട് അതിന് പൊക്കിയിട്ട് നിൽക്കും, അതിൻ്റെ ഉള്ളിലേക്ക് ഇടും. എന്നിട്ട് അതിൽ പൊങ്ങിയിരിക്കുന്ന ഒരു സ്റ്റിക്ക് വലിച്ചു നോക്കി അതിൻ്റെ നമ്പർ നോക്കി അത് ചെക്ക് ചെയ്യും. അങ്ങനെയാണ് ഇവിടുത്തെ പ്രാർത്ഥനാ രീതികളെന്ന് പറയുന്നത്. ഇവർ അത് പൊക്കി പിടിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം അതിൽ നിന്ന് പൊങ്ങിയിരിക്കുന്ന ഏത് സ്റ്റിക്കാണ് ആ സ്റ്റിക്ക് നോക്കി ആ നമ്പറിൻ്റെ ഉള്ളിലുള്ളത് വായിച്ച് നോക്കും.
Can you convert me what this is? Dawn gradually replacing the recent darkness. Be cheerful. The fortune is changing for the better. From the 8th moon to the 12th moon, September to January, the following year, all will gradually turn propitious to your advantage. So very hopeful, honor and success with regards. Matrimony will try to change the heart. ഇവർ ചൈനീസിൽ നോക്കിയിട്ട് എനിക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. Oh, okay. It means that maybe now is your hard time, but everything your hard time is already over. So now it's like you can enjoy the happiness and everything will come soon. ഇപ്പം എൻ്റെ കുറച്ച് മോശം സമയമാണ്, ഇനി ഹാപ്പിനെസ് ആയിട്ടുള്ള സമയം വരുന്നുണ്ട് എന്നാണ് ദൈവം പറയുന്നത്. അപ്പോൾ It's like if you like you are YouTuber, right? Like when you will be famous, they say like okay, it's now is the time. And then if you ask for marriage, and then maybe now is the time also. And No. yeah, she said that now is the time. And even though like you are traveling around, then just go for it. Yeah. താങ്ക് യു. Okay. ഞാൻ ദൈവത്തിനെ അവിശ്വസിക്കുന്നില്ല. ഞാൻ ഒരു കാർഡ് എടുക്കുന്നുള്ളൂ. ആ ഒരു കാർഡ് എടുത്തിട്ട് ഞാൻ ദൈവത്തിനെ അവിശ്വസിച്ചല്ല കേട്ടോ, ദൈവത്തിൻ്റെ നമ്മുടെ പ്രവൃത്തിയിൽ ദൈവം കാണിച്ചു തരുന്ന ഒരു കാര്യമുണ്ടല്ലോ, അതിനെ ഞാൻ അവിശ്വസിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു കാർഡ് എടുത്തു, ഞാൻ പ്രാർത്ഥിച്ചു, പുറത്തിറങ്ങി. ഇനിയിപ്പോൾ പുറത്തോട്ട് ഇറങ്ങണം, ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് ചുറ്റി കാണണം. നമുക്ക് ഒരുപാട് അറിവില്ലാത്ത കാര്യങ്ങളാണ് അവിടുത്തെ പ്രാർത്ഥനയും രീതികളൊന്നും. എന്നാലും നമ്മളെ കൊണ്ട് കഴിയാവുന്ന, ഞാൻ ഈ കയറുന്ന എല്ലാവരും ഈ എൻ്റെ പേഴ്സണലി ഇത് പറഞ്ഞതാണ് കാര്യം, ഞാനും ചെയ്യുന്നുണ്ട്. പക്ഷേ തെറ്റായ ഒരു കാര്യം അത് ചെയ്യരുത് എന്ന് തന്നെയാണ്. നമ്മൾ കയറുമ്പോഴത്തേക്കും അവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി ചെല്ലുവാണ് എന്നുള്ളൊരു ബോധം ഉണ്ടായിരിക്കണം. നമ്മൾ എപ്പോഴും ഈ ക്യാമറ എടുത്തുകൊണ്ട് തൂക്കി പിടിച്ച് അതിലെ കൂടി ഇതിലെ കൂടിയൊക്കെ നടന്നു കഴിഞ്ഞാൽ അത് ആരാധനാലയമാണല്ലോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു റെസ്പെക്റ്റ് നമ്മൾ കൊടുക്കണം. നമ്മുടെ ഫ്രണ്ടിലിരിക്കുന്നത് ദൈവമാണല്ലോ. അപ്പോൾ ദൈവത്തിന് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ളൊരു റെസ്പെക്റ്റ് ഉണ്ട്. അപ്പോൾ ഞാനും ചെയ്തതാണ്, ഞാൻ അകത്ത് കയറി യൂട്യൂബ് ഷൂട്ട് ചെയ്തു, അതൊക്കെ തന്നെ ശരിയാണ്. പക്ഷേ നമ്മൾ ക്യാമറ എടുക്കാനും ഫോട്ടോ എടുക്കാനും വേണ്ടി മാത്രമായിട്ട് അതിൻ്റെ അകത്തേക്ക് കയറി വരുന്നത്, അങ്ങനെ ചെയ്യരുത്. നമ്മളിവിടെ നിന്ന് ഇനി ഇതിൻ്റെ അകത്തോട്ട് കയറി, ഇവിടെയും ദൈവമുണ്ട്, അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവിടെ ഒരുപാട് ആളുകളുടെ സ്റ്റാച്ചു ഒക്കെ ഉണ്ട്. ഒരു പക്ഷേ ദൈവങ്ങളുടെ ആയിരിക്കാം, മങ്സിൻ്റെ ആയിരിക്കാം, എല്ലാത്തിൻ്റെയും എല്ലാ സ്റ്റാച്ചുവിൻ്റെയും കീഴിൽ അവരുടെ പേരുകൾ എഴുതി വച്ചിട്ടുണ്ട്. സിനിമയിൽ പറയുന്ന പോലെ ഈ ബോൺസായി എന്നൊക്കെ പറയില്ലേ, അത് ബോൺസായുടെ ഒരു ചെറിയ മരം അവിടെയുണ്ട്, നല്ല സ്പ്രെഡായിട്ട് ഇരിക്കുന്ന ഒരു മരം. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഇറങ്ങി ഇനിയിപ്പോൾ താഴത്തേട്ട് ചെല്ലുകയാണ്. താഴത്ത് ഈ വാഴ എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ഈ മരങ്ങൾ അവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാനിതിൻ്റെ സൈഡിലാണ് വന്നിരിക്കുന്നത്. സൈഡ് എനിക്ക് ആ മുകളിലേക്കാണ് ഇനി പോകേണ്ടത്. ഞാൻ മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ ലവ് യു ഫോർ അവർ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ സൈഡുകളിൽ നമ്മുടെ ഈ കല്ലുവാഴയുണ്ടല്ലോ, കല്ലുവാഴ ഈ നാട്ടിലുണ്ടായി കിടക്കുന്ന ആ വാഴേനോട് സാദൃശ്യമുള്ള ടൈപ്പ് വാഴകൾ സൈഡിലുണ്ടായി നിൽക്കുന്നുണ്ട്. പിന്നെ ആ മുകൾ ഭാഗത്തും എന്തൊക്കെയോ ഒരു ഈ പ്രാർത്ഥനയുടെ എന്തോ രീതികളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും നമുക്കിനി മുകളിലേക്ക് പോവാം. അവരൊരു കാല് കുത്തിയെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമാട്ടോ, മുട്ടിന് വേദനയുള്ളവരൊക്കെ. എനിക്കത് കണ്ടിട്ട് മനസ്സിലായില്ല സത്യത്തിൽ. ഇവിടെ വരുന്ന സന്ദർശകർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ടേബിളെല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ ഈ സൈഡിൽ കൂടിയാണ് കയറാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഈ വഴി ഇറങ്ങി വരാം. കാരണം എനിക്ക് ആചാരങ്ങളൊന്നും അറിയാത്തത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുള്ളത്. ഏതെങ്കിലും വഴി കയറി ഏതെങ്കിലും വഴി ഇറങ്ങിയാൽ മതിയല്ലോ. പക്ഷേ ഇതിലൊക്കെ എന്തെങ്കിലും
സത്യങ്ങളുണ്ടാവാം. സ്റ്റെപ്പ് കയറി പതുക്കെ മുകളിൽ ചെന്നു. നമ്മൾ മുകളിൽ ചെന്നു. നല്ല രസമുണ്ട് കേട്ടോ മുകൾ ഭാഗം കാണാനായിട്ട്. പ്രത്യേക ഡിസൈനിലൊക്കെ അവർ പറഞ്ഞിരിക്കുന്നത്. ആൻഷ്യൻ ടൈപ്പ് ഓഫ് ടെമ്പിൾ എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. നമ്മൾ വന്ന വഴി ഇതാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ സൈഡിൽ ഈ ഡ്രാഗണും ഒക്കെയാണ് ഇവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഈ അമ്പലത്തിൻ്റെ സൈഡുകളിലെല്ലാം അതിനൊക്കെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ ചരിത്രങ്ങൾ ഉണ്ടാവാം. ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ നല്ല അത്യുഗ്രം വ്യൂ ആണ്. താഴത്ത് ഇവിടെ ഇരിക്കാനുള്ള സ്ഥലമെല്ലാം ഉണ്ട്. ഒരു ചെറിയ ഡ്രമ്മും അതിൽ ചെണ്ട പോലെ ആട്ടോ, ഇത് ചെണ്ടയാട്ടോ ഈ മുകളിലിരിക്കുന്നത്. അത് അടിക്കാൻ പറ്റിയ സെറ്റപ്പും ഉണ്ട് കേട്ടോ ഇതിൻ്റെ സൈഡിലെല്ലാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് അവർ ഉപയോഗിച്ചിരുന്നതായിരിക്കാം, ഇപ്പം അത് ഉപയോഗിക്കാത്തതായിരിക്കാം. എന്തായാലും ഇപ്പം നമ്മൾ ഈ നമ്മുടെ നാട്ടിലെ ചുറ്റമ്പലം ഈ തറവാട് വീടുകളൊക്കെ ഉണ്ടാക്കില്ലേ, നാലമ്പലം ടൈപ്പ്, അപ്പം അതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. പഴയ ചൈനീസ് മൂവികളിൽ ഇതുപോലുള്ള വ്യാളികളെ ആക്രമിക്കാൻ വരുമ്പോഴത്തേക്കും അവർ ഈ അമ്പലത്തിനോട് സാദൃശ്യമുള്ള വീടുകളിൽ ഇരുന്ന് അമ്പ ചെയ്യുന്നതൊക്കെ പല ചൈനീസ് മൂവികളിലും ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട്. എന്നെപ്പോലെ തന്നെ അത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനൊരു ചൈനീസ് അമ്പലത്തിൽ കയറുന്നത്. അതെന്തായാലും ഇവിടെയുള്ള ഈ അമ്പലത്തിലാണ് ഞാൻ കയറുന്നത്. അപ്പോൾ ഇത് നമ്മുടെ സ്ഥലം മലേഷ്യയിലാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ ഈ ഗ്രൂപ്പിലുള്ള ഒട്ടുമിക്ക എല്ലാ ആളുകളുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. കാരണം നമ്മളിപ്പോൾ ഒരു 3 ദിവസമായല്ലോ. അപ്പോൾ ഈ ഗ്രൂപ്പിലുള്ള പല ആളുകൾക്കും പല പല ലോസുകളുണ്ട്, പല പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഒരു പരിധി വരെ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് യൂട്യൂബ് എടുക്കൽ മാത്രമല്ല, അതിന് പിന്നിൽ മറ്റ് പല കാര്യങ്ങളും ഉണ്ട്. നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ പോയി നമ്മൾ ആളുകളെ പരിചയപ്പെട്ട് റിഫ്രഷ് ആവുകയാണ്. അപ്പോൾ ഈ ഗ്രൂപ്പിൽ വന്നിരിക്കുന്ന പല ആളുകൾക്കും അങ്ങനെ ഒരു പിന്നിലൊരു ഓരോ സ്റ്റോറികളുണ്ട്. അപ്പോൾ അതെന്താണെന്നൊന്നും ഞാൻ ചോദിക്കുന്നുമില്ല, പറയുന്നുമില്ല. പക്ഷേ എല്ലാവരുടെയും പ്രശ്നങ്ങൾ മാറട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. കാരണം എല്ലാവരുടെയും മുഖത്ത് ഒരേ രീതിയിലുള്ള ഒരു ഭാവവ്യത്യാസം അല്ലല്ലോ. നമ്മൾ കാണുമ്പോൾ പലർക്കും സങ്കടങ്ങളുണ്ട്, പലർക്കും സന്തോഷമുണ്ട്, പലരും നമ്മളെ കാണുമ്പോൾ ചിരിച്ച് കാണിക്കും. പക്ഷെ എന്നാലും നമുക്ക് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കറിയാൻ പറ്റില്ല അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്നോ അത് അവരുടെ ബുദ്ധിമുട്ടുകൾ എന്താണെന്നോ. നമ്മൾ ഈ 3 ദിവസത്തെ പരിചയം കൊണ്ട് നമുക്ക് അവരെ ഷെയർ ചെയ്യാനോ നമുക്ക് മനസ്സിലാക്കാനോ ഒന്നും പറ്റില്ല. അപ്പോൾ അത് പറയാനുള്ള ഒരു കാരണം, നമ്മൾ യാത്രകൾ പോകുമ്പോൾ നമുക്ക് ഒരുപാട് റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ അറിയാൻ സാധിക്കും. പിന്നെ നമ്മൾ ഭയങ്കരമായിട്ട് റിഫ്രഷ്ഡ് ആവും. അതാണ് പ്രധാനമായി യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിഫ്രഷ് ആകുമ്പോഴത്തേക്കും നമ്മൾ ഓട്ടോമാറ്റിക്കലി റിജുനവേറ്റ് ആവും. നമുക്ക് ഒരുപാട് ആളുകളുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നും. അപ്പോൾ അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് യാത്രകളിൽ. അപ്പോൾ എല്ലാവരും യാത്ര ചെയ്യണം. അവിടെ നിന്ന് നമ്മൾ താഴത്തേട്ട് പയ്യെ വന്നത് ഒരു ചൈനീസ് ഈ ദൈവങ്ങളെയും അവരുടെ വിഗ്രഹങ്ങളെയൊക്കെ വിൽക്കുന്ന ഒരു ചെറിയ ഷോപ്പിലേക്കാണ്. അപ്പോൾ ഈ ഷോപ്പിലേക്ക് വരുമ്പോഴത്തേക്കും തന്നെ കാണാം ഇവർക്ക് ഒരുപാട് ദൈവങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ മുകളിൽ പറയുന്ന പോലെ 3 മേജറായിട്ടുള്ള ദൈവങ്ങളും പിന്നെ ഒരുപാട് ചെറിയ ദൈവങ്ങളും അവരുടെ കയ്യിലുണ്ട്. ഈ
പാവേനെയൊക്കെ കണ്ടോ? ഓരോ ആളിനും ഓരോ മുഖങ്ങളാണ്. നമ്മുടെ നാട്ടിലെ ഹനുമാൻജീനോട് സാദൃശ്യമുള്ള ദൈവവും ഇവർക്കുണ്ട്. ഇത് കണ്ടോ ഹനുമാൻ? ചൈനീസ് ഹനുമാൻജിയാണ്. ഈ വിഗ്രഹങ്ങൾ, ഇതേപോലെയുള്ള ടൈപ്പ് ഓഫ് വിഗ്രഹങ്ങൾ ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ എപ്പോഴും ഞാൻ ഇങ്ങനെ ചിന്തിക്കും, ഇങ്ങനെ കാണുമ്പോഴത്തേക്കും ചിന്തിക്കുന്ന ആളുകളാണ് ഈ ആഫ്രിക്കൻ പീപ്പിൾ. അവരിങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് സാധനങ്ങൾ, അവർക്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഓഫ് തുണികൾ, സാധനങ്ങളൊക്കെ അവർ മേടിക്കും. ഇന്ത്യക്കാർ പൊതുവേ അങ്ങനെ ഞാൻ ഒരുപാട് വസ്തുക്കളൊന്നും മേടിക്കുന്ന, അവരത്രയും പാഷനേറ്റ് ആയിട്ടുള്ള ആളുകളല്ലാത്തത് കൊണ്ടായിരിക്കും ഒരുപാട് സാധനങ്ങൾ മേടിക്കുന്നത് ഞാൻ കാണാറില്ല. പക്ഷേ മോസ്റ്റ്ലി ഇങ്ങനെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതൊക്കെ ഒരു പരിധി വരെ യൂറോപ്യൻസും ഇതുപോലുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകളൊക്കെ, ഇതുപോലുള്ള സ്ത്രീകൾ, അവരൊരുപാട് സാധനങ്ങൾ, അവർക്ക് ക്രേസ് തോന്നുന്ന, കൗതുകമെന്ന് തോന്നുന്ന വസ്തുക്കളൊക്കെ അവർ മേടിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ തിരിച്ച് ഇനി പാലസിലേക്ക് ആയിരിക്കും പോകുന്നതെന്ന് തോന്നുന്നു. പാലസിലേക്ക് പോവാണ്. അപ്പോൾ നമുക്കിനി പാലസിലേക്ക് പോവാം. ഇനിയിപ്പോൾ ബസ്സിൽ കയറി നമ്മുടെ ആളുകളെല്ലാം ഇറങ്ങി ബസ്സിൽ കയറി നമ്മൾ പാലസിലേക്ക് പോവാണ്. നമ്മുടെ ഗൈഡ് ശിവാണ്ണം പറഞ്ഞ അനുസരിച്ച് നമ്മളിനി പോകുന്നത് പാലസിലേക്കാണ്. അപ്പോൾ സുൽത്താൻ അബ്ദുള്ള എന്നാണ് ഈ കിങ്ങിൻ്റെ പേര്. അപ്പോൾ ഞാൻ ചോദിച്ചു അവിടെ ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് രാജാവിനെ കാണാൻ പറ്റുമോ, അതിൻ്റെ അകത്തേട്ട് കയറാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഈ ശിവചേട്ടൻ പറഞ്ഞത് അതിൻ്റെ അകത്തേട്ട് കയറാനായിട്ട് ആക്സസ് ഇല്ല, അത് പുറം ഭാഗം മാത്രമാണ് കാണാൻ പറ്റുള്ളൂ. അതുപോലെ രാജാവുണ്ടോ എന്ന് ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും അദ്ദേഹം പറഞ്ഞത് അത് കൊടി കണ്ടു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ രാജാവുണ്ടോന്ന്. രാജാവുണ്ടെങ്കിൽ കൊടി ഉയർത്തിക്കെട്ടും, രാജാവില്ല എന്നാണെങ്കിൽ കൊടി താഴ്ത്തിക്കെട്ടും. അങ്ങനെ എന്തോ സെറ്റപ്പാണ് അതിൻ്റെ അകത്ത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം, നമുക്ക് ചെന്ന് ഈ സുൽത്താൻ അബ്ദുള്ളയുടെ പാലസ് കാണാം. അപ്പോൾ ഞാൻ നേരത്തെ വന്ന ദിവസം പറഞ്ഞിരുന്നു, മേജറായിട്ട് ഇവിടെ 5 രാജാക്കന്മാരാണുള്ളത്. അപ്പോൾ അവർ വർഷാവർഷം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അവർ തന്നെയാണ് ഇവിടുത്തെ പാർലമെൻറ്റിൻ്റെയും ആർമിയുടെയും അതുപോലുള്ള ഗവൺമെൻറ്റ്സിയുടെ ഒക്കെ ഹെഡായിട്ട് വരുന്നത്. അവർക്ക് അത്രയും പവറും പൊസിഷൻസ് ഇവിടുത്തെ ഗവൺമെൻറ്, അവരാണ് ഇത് ഈ കൺട്രി റൺ ചെയ്യുന്നത് ഒരു പരിധി വരെ. അവർക്ക് അത്ര നല്ല പൊസിഷനുണ്ട് ശരിക്കും. അപ്പോൾ യെല്ലോ ഫ്ലാഗ് റേസ് ചെയ്ത് കഴിഞ്ഞാൽ കിങ് അവിടെ ഉണ്ട്. ഫ്ലാഗ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹം അവിടെ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കിങ് 3 ആയിട്ടുള്ള മേജർ ആയിട്ടുള്ള കാര്യങ്ങളിലാണ് അദ്ദേഹം കിങ് ഓഫ് അതായത് മുസ്ലിംസിന്റെ ഹെഡാണ്, പാർലമെന്റിന്റെ ആർമിയുടെ ഒക്കെ ഹെഡാണ്. വലതുവശത്ത് കാണുന്ന ഈ ടോൾ ബിൽഡിംഗ് ആണ് ഇവരുടെ പാർലമെന്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യൻ ഹൈ കമ്മീഷൻ നേരത്തെ അവിടെ ഉണ്ടായിരുന്നു, അവർ അതിനുശേഷം ഷിഫ്റ്റ് ചെയ്തു ഇവിടെ എന്നാണ് പറയുന്നത്. ഇപ്പം നമ്മൾ കണ്ടത് പഴയ പാർലമെന്റാണ്. അപ്പോൾ അവിടെ ഒരു മഞ്ഞ കൊടി നമുക്ക് കാണാം, പിന്നെ മലേഷ്യൻ പതാകയും കാണാം. അപ്പോൾ അതുകൊണ്ട് രാജാവ് അവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്, കൊടി ഉയർത്തി കെട്ടിയേക്കുവാണല്ലോ. അപ്പോൾ ഇസ്താന നെഗാര അങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പോകുന്നത് അവരുടെ പാലസിൻ്റെ ഫ്രണ്ട് ഗേറ്റിൻ്റെ അവിടെയാണ്. അപ്പോൾ അവിടെ കുതിരയിൽ ഭടന്മാർ, ലോക്കൽ ഗാർഡ് അവിടെ നിൽക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഒരു കാരണവശാലും അവരെ പ്രൊവോക്ക് ചെയ്യാനോ അവരെ ശല്യപ്പെടുത്താനോ പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ചെയ്യാം. പാലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അങ്ങ് കിലോമീറ്ററുകൾ ഉള്ളിലേക്ക് കയറിയിട്ടുള്ളൊരു പാലസാട്ടോ. ഭയങ്കര വലിയൊരു പാലസ്, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല, ഭയങ്കര വലിയൊരു പാലസാണ്. ഇന്ത്യയിൽ നിൽക്കുന്നതാണ് ഇവിടുത്തെ ലോക്കൽ ഗാർഡ് എന്ന് പറയുന്നത്. ഇരിക്കുന്ന പോലെ ഇത് മലേഷ്യൻ ലോക്കൽ ഗാർഡാണ്. ആ തൊട്ടപ്പുറത്ത് കാണുന്നതാണ് ബ്രിട്ടീഷ് ഗാർഡ്. അദ്ദേഹത്തിൻ്റെ റൈഫിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചേട്ടാ ആക്സസ് ഇല്ല, ഞാൻ അതിൽ കയറാൻ നോക്കിയപ്പോൾ അവർ പുറത്തോട്ട് ഇറങ്ങിക്കാൻ പറഞ്ഞു. ആ കാണുന്നതാണ് പാലസ്. അപ്പോൾ നമ്മളവിടെ നിന്ന് പതുക്കെ ഈ സൈഡിലേക്ക് വന്നു. ഞങ്ങളിലായിട്ട് ലോക്കൽ മലേഷ്യൻ ഗാർഡും
പിന്നെ ബ്രിട്ടീഷ് ഗാർഡൻ നിൽക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ പറയുന്ന ബ്രിട്ടീഷ് ഗാർഡൻ എന്ന് പറയുന്നത്. കുറച്ചൊരു ഇപ്പുറത്തെ സൈഡിലേക്ക് മാറി നിന്ന് കുറച്ചും കൂടി ആക്സസിബിൾ ആയിട്ടുള്ള രീതിയിൽ ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു വീഡിയോ. പക്ഷെ അതിൻ്റെ അകത്തായിട്ട് ഒരു രീതിയിലുള്ള ആക്സസ് ഇല്ല, എല്ലാ രീതിയിലും അവരത് ബ്ലോക്ക് ചെയ്തേക്കും. പിന്നെ ഇവിടെ നിന്ന് നടന്ന് ചെല്ലുമ്പോഴത്തേക്കും തന്നെ ഒരു സമയം എടുക്കും, അതിനുള്ളിൽ അവർ പിടിക്കുകയും ചെയ്യും. പറഞ്ഞ് വെച്ചിടത്തോളം അവരുമായിട്ട് നമ്മൾ സംസാരിച്ചിരുന്ന ഈ ഈവനിങ് ഷിഫ്റ്റ് വരെ അവരവിടെ നിൽക്കണം, അതിനുശേഷം വേറെ ആൾ, അങ്ങനെയാണ് അവരുടെ ഷിഫ്റ്റിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത്. ആ സമയം വരെ ഒരു പാസ്റ്റോ മാർച്ച് പാസ്റ്റോ ഒന്നും ഇല്ലാതെ അവരാ കുതിരയാണ് കൂടുതൽ സഫർ ചെയ്യണത്. കുതിരയുടെ പുറത്ത് അയാൾ കയറി നിൽക്കും, ഇനി ഇന്ന് ഇപ്പോൾ അവിടെ അങ്ങ് നിൽക്കും. അതാണ് അവസ്ഥ. അവരുടെ ഒരു അവസ്ഥയെ ഒരു ചെറിയൊരു ചേംബറിൻ്റെ അകത്ത്, ഒരു ആർച്ച് പോലുള്ളൊരു ചേംബറിൻ്റെ അകത്ത് അവർ കയറിയിട്ട് ഇങ്ങനെ നിൽക്കും. എത്ര ചൂട്! ഇവിടെ ഫ്ലോറെല്ലാം ചൂടായി നാശമായിട്ട് നിൽക്കുക. അവരുടെ മുഖം കാണുമ്പോഴത്തേക്കും തന്നെ അറിയാം അവർ എക്സോസ്റ്റ് ആയിട്ടുണ്ട് ഏറെക്കുറെ. അപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ അവരുടെ അവസ്ഥ നമ്മൾ കണ്ടതിൻ്റെ പുറത്ത് അവരുടെ അവസ്ഥ പറഞ്ഞാൽ കേട്ടോ, അല്ലാതെ വേറെ ഒന്നും കൊണ്ടും പറഞ്ഞല്ല. അപ്പോൾ ഞാനിവിടെ നിന്ന് ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് പ്രത്യേകിച്ചൊന്നും കാണാൻ പറ്റില്ല, ജസ്റ്റ് ഈ മലയും കുന്നുമൊക്കെ ഒന്ന് കാണാനും പിന്നെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ അകത്തെ കുറച്ച് ഭാഗങ്ങൾ ഒരു പൊട്ട് പോലെ കാണാനും പറ്റുള്ളൂ. എൻ്റെ ഫ്രണ്ടിൽ ഈ ബോൺസായി മരങ്ങൾ ഒരുപാട് അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ട് തന്നെ ബോൺസായി ചെടികൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ടീ ഷോപ്പുണ്ട്, രാജാവിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ചായക്കട കണ്ടിട്ടുണ്ടോ? അത് സുവർണിയർ ഷോപ്പ് എന്ന് പറഞ്ഞ ഒരു ഷോപ്പാണ്. എന്തായാലും സുവർണിയർ ഷോപ്പിൽ ചായ മാത്രമല്ല തുണിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. രാജാവിൻ്റെ പാലസിൻ്റെ ഫ്രണ്ടിൽ തന്നെ തുണിക്കടയുണ്ട്, അതാണ് ഈ കാണുന്ന തുണിക്കട. പിന്നെ ഇവിടെ ഐസ്ക്രീം വിൽക്കുന്നുണ്ട്, കോഫി കൊടുക്കുന്നുണ്ട്, ഡുരിയാൻ ഫ്രൂട്ടും കൊടുക്കുന്നുണ്ട്. അപ്പം എന്തായാലും കാണാൻ നല്ല രസമുണ്ട്. എല്ലാം സീൽഡായിട്ടാണ് ചെയ്തിരിക്കുന്നത്, നല്ല വലിയ ഗേറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ ഉള്ളിലേക്കും കാച്ചുണ്ടാവും ഒരുപക്ഷെ. അത് കണ്ടപ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു സങ്കടം തോന്നി. ഞാനൊരു രാജാവല്ലല്ലോ, സ്വാഭാവികമായിട്ടുള്ളൊരു സങ്കടം. ഞാൻ പ്രജകളിൽ വരുന്ന ഒരാളാണല്ലോ, അപ്പോൾ അതുകൊണ്ടൊരു ചെറിയ സങ്കടം. അത് കുഴപ്പമില്ല, എന്തെങ്കിലും ആവട്ടെ. ഏതെങ്കിലും ഒരു കാലത്ത് ഞാനും രാജാവാകുമായിരിക്കും. ഹാർഡ് വർക്ക് ചെയ്താൽ പറ്റാത്തതായിട്ടൊന്നുമില്ല, അപ്പം അതുകൊണ്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ചിലപ്പോൾ നമ്മൾ നാളെ രാജാവാവില്ല എന്ന് ആര് കണ്ടു? പിന്നിപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് എനിക്കറിയില്ല. ഇപ്പം ടൈം ഓൾറെഡി എത്ര സമയം ഓൾറെഡി എനിക്ക് തോന്നുന്നു 12 കഴിഞ്ഞെന്ന് തോന്നുന്നു. അപ്പം ഇനിയിപ്പോൾ ലഞ്ച് കഴിഞ്ഞിട്ട് ഉണ്ടാവുള്ളൂ ബാക്കി. എന്തായാലും ചെമ്പരത്തിപ്പൂവാണ് ഈ പോസ്റ്റിലൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മുകളിൽ. അതെല്ലായിടത്തും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ ചെമ്പരത്തിപ്പൂ. അത് അവരുടെ നാഷണൽ ഫ്ലവർ ആയതുകൊണ്ടാണ് അങ്ങനെ എല്ലായിടത്തും അവരത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കാണുന്നതാണ് നാഷണൽ മോണുമെൻ്റ് എന്ന് പറയുന്നത്. ഈ നാഷണൽ മോണുമെൻറ്റിലേക്കാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. പൂവാപ്പാല എന്നാണ് ആ കാണുന്ന പഴത്തിൻ്റെ പേര്. കാണുന്ന പോലെയല്ല, ആളിച്ചിരി പ്രശ്നക്കാരനാണ്. അത് നമ്മുടെ മേത്ത് കൊള്ളുമോ അതല്ലെങ്കിൽ എന്തെങ്കിലും പൊട്ടിച്ച് നമ്മൾ തൂക്കോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മേത്ത് നിറയെ ഇറിറ്റേഷൻ വരുമെന്നാണ് അവർ പറയുന്നത്. മലേഷ്യ മോണുമെന്റ്. അവരുടെ മലേഷ്യൻ എംബലം എന്ന് പറയുന്നത്. The federated and non-federated, this is our national flower. Persekutu bertambah mutu means quality increase the unity, increase the quality. Unity increase the quality. Persekutu bertambah mutu. It's a Malaysian tiger. Malaysian tiger. First World War, British were there, Portuguese, Dutch. 1940 to 18. Yeah. And 1939 to 1945 was a Japan occupancy. Yes. And then 48, 60 were the Japanese. 48 to 60. 48 to 60. So other was with the European power, isn't it? So this is the, you can see the names there. Who fought Also, for the... Yeah. It can be a British army. You can see Singh from Punjab, British army is there. Can you see the names? ഇവിടെ സ്റ്റെപ്പ് ഇട്ടിട്ടുണ്ട്.
സ്റ്റെപ്പിൽ കൂടി നമുക്ക് നടന്ന് എനിക്ക് തോന്നുന്നു ഈ മോണുമെൻറ്റിന് ഇങ്ങോട്ട് പോകാം എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇവിടെ 1914 മുതൽ 1918 വരെ ആർമിയിലുണ്ടായിരുന്ന ആളുകളുടെ അതല്ലെങ്കിൽ യുദ്ധം ചെയ്ത ആളുകളുടെ ഡീറ്റെയിൽസ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറ സൈഡിലും അതുപോലെ തന്നെ 1918 മുതൽ 1914 ആ ഡ്യൂറേഷനിൽ വർക്ക് ചെയ്ത ആളുകളുടെ പേര് എല്ലാം അത് തന്നെയാണ് കേട്ടോ. ഒരുപാട് പേര് വർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഒരുപാട് ഈ 4 സൈഡിൽ കാണുന്ന ഈ 4 ഇതിൽ പേര് എഴുതിയിരിക്കുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകളുടെ തന്നെയാണ്. അപ്പോൾ നമ്മളിനി ഇവിടെ നിന്ന് കഴിഞ്ഞ് മോണുമെൻറ്റിൽ കയറി അവിടെ നിന്ന് ഇറങ്ങി നമ്മളിനി അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ്. എൻ്റെ ബാക്കി കാണുന്ന ആ സ്ഥലത്തേക്കാണ് ഇനി പോകുന്നത്. അതൊരു എന്താ ചിഹ്നം, മുസ്ലിം ഒരു ചിഹ്നമൊക്കെ അതിന് മുകളിൽ വെച്ചിട്ടുണ്ട്. പിന്നെ തൊട്ടപ്പുറത്ത് നമുക്ക് കാണാം ഒരു സോൾജേഴ്സിൻ്റെയൊക്കെ പടവും കാര്യങ്ങളൊക്കെയാണ് അവിടെ വെച്ചിരിക്കുന്നത്. ഈ ഓപ്പൺ സ്പേസിൽ അവർ ഫ്രീ വൈഫൈ കൊടുക്കുന്നുണ്ട് വിസിറ്റേഴ്സിന്. അവരെന്തായാലും അത് നല്ലതായിട്ട് തന്നെ അവരത് ചെയ്തിട്ടുണ്ട്. നമ്മൾ പോകാൻ പോണത് ബൊട്ടാനിക്കൽ ഗാർഡനിലേക്കാണ്. അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ലിറ്റിൽ ജംഗിൾ ഇൻ ദ മിഡിൽ ഓഫ് ദി സിറ്റി എന്ന് പറയുന്നത്. And there's a place during weekends they go for picnic, cycling, jogging, walking, and they used to do some activities there. പോലീസ് സ്റ്റേഷന്റെ ഒഫീഷ്യൽ കളർ എന്ന് പറയുന്നത് ബ്ലൂ അല്ലെങ്കിൽ വൈറ്റ് ആയിരിക്കും. അപ്പൊ അത് കാണുവാണെങ്കിൽ അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം. അതല്ലെങ്കിൽ അത് പോലീസ് സ്റ്റേഷൻ. സെക്കൻഡ് ടോളസ്റ്റ് ബിൽഡിംഗ് ഇൻ ദ വേൾഡ് ആഫ്റ്റർ ബുർജ് ഖലീഫ. ഇതാണ് ബേർഡ് പാർക്ക്. ഇവിടുത്തെ 10,000-കണക്കിന് ബേർഡുകൾ ഉള്ള ഒരു ബേർഡ് സാങ്ച്വറി ആണത്. So I say when you enter here, you don't feel like you are in the middle of the city. Can you see the nets over there? The birds, maybe they are flying inside. KTM, our train station, administration building, this one. This is the building, very unique. You see the top. Normally I used to tell like Taj Mahal design. Taj Mahal. And that is the railway station. This is the administration of the railway station. Why it looks like a Taj Mahal? Because the British brought down all the workers from India and the architecture. It's a Mughal design. The Mughal design is the railway station. Petroleum company building. Petronas building. This one. Dayabhumi, the white color, very nice design. So you used to say, now I want to ask you, you want to get down, go to the mosque there, want to take photo. And before Petronas Twin Tower. Reached down and our Malaysian flag was raised up during, before independence, 31st August 1957. 1957 മുമ്പുണ്ടാക്കിയ ഒരു ബിൽഡിംഗ് ആണത്. Begitu lagi. You see on the left there's a 0 milestone. Later we will walk here. Ila potrandi. Club used to be a British club. Selangor Club, they call Royal Selangor Club.
കാണുന്ന മൈതാനങ്ങളിലാണ് ബ്രിട്ടീഷുകാർ പണ്ട് പോളോ കളിച്ചുകൊണ്ടിരുന്നത് വെച്ചത്. ബ്രിട്ടീഷ് ക്ലബ്ബായിരുന്നു ഇതിനു മുമ്പ്. നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇവിടെയുള്ളൊരു വഴി കൂടി മിക്സ് ചെയ്ത് നടന്നാണ് നമ്മൾ ഈ റെസ്റ്റോറൻറ്റിലേക്ക് എത്തുന്നത്. ഉള്ളൊരു ഓതൻറ്റിക് ആയിട്ടുള്ള ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അല്ലാതെ ഫ്രണ്ട്ലി ഫുഡ് ആയിട്ടുള്ള പൈനാപ്പിൾ ലഞ്ചിന് മുമ്പ്. ഇതാണ് ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത്. പൊറോട്ട, മീൻകറി, സാലഡ്, ചിക്കൻ 65, സാമ്പാർ, വൈറ്റ് റൈസ്, കുറച്ച് അച്ചാർ, പിന്നെ ഉള്ളത് എനിക്ക് തോന്നുന്നത് എന്തോ നല്ല സാധനമുണ്ടോ അവിയലാന്ന് തോന്നുന്നു, പിന്നെ സാലഡ്. അപ്പോൾ കഴിച്ചിട്ട് തിരിച്ചു വരാം. They got alcohol inside, you know. They got gin, rum all inside the chocolate. So very costly. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ചോക്ലേറ്റ് ഫാക്ടറിയിൽ വന്നു. ചോക്ലേറ്റ് ഫാക്ടറിയിൽ വന്നിട്ട് plain chocolate. Your white chocolate, your dark chocolate. This one 80% dark chocolate, 72% dark chocolate. This one is a less sugar. This one 99% no sugar. Very bitter. This one good for diabetes people to eat. This one, yeah, no sugar. And also we have the unique chocolate. This one we have the chili taste caramel. ആ മിഠായിയുടെ ഒരു സാമ്പിൾ തന്നിട്ടുണ്ട്. വൈറ്റ് ചോക്ലേറ്റും കിട്ടും, പിന്നെ ആൽമണ്ട് ചോക്ലേറ്റും. ഇതിന് മുമ്പ് കേട്ടതാണ് കസ്തൂരി വാക്ക് എന്ന് പറഞ്ഞ് ഒന്ന് കാണാൻ സാധിച്ചു. കസ്തൂരി വാക്കാണ് എൻ്റെ മുന്നിൽ കാണുന്നത്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി നമ്മൾ സെൻട്രൽ മാളിലേക്ക് പോവുകയാണ്. അപ്പോൾ സെൻട്രൽ മാളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. നമുക്കിവിടെ 3 മണിക്കൂറാണ് അവർ അനുവദിച്ചു തന്നിട്ടുള്ള ഒരു ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ആ ടൈമിനുള്ളിൽ നമ്മൾ സെൻട്രൽ മാൾ കണ്ട് ഇവിടെ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് വരാം. സെൻട്രൽ മാർക്കറ്റ് എന്ന് പറയുന്നത് 1888 മുതൽ ഈ സെൻട്രൽ മാർക്കറ്റ് അവിടെയുണ്ട്. സെൻട്രൽ മാർക്കറ്റിൻ്റെ ഒരു ചെറിയൊരു കൂപ്പൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുള്ളതുകൊണ്ട് ഇവിടെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും കയ്യിലുണ്ട്. ഇതിൻ്റെ അകത്തോട്ട് തന്നെ കയറുമ്പോൾ ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗിഫ്റ്റ് ഷോപ്പുകൾ, വുഡൻ ഐറ്റംസ്, ക്ലോത്ത്സ് മെറ്റീരിയൽ, ബാഗ്സ്, ബാംഗിൾസ്, ജ്വല്ലേഴ്സ്, ഒരുപാട് ഐറ്റങ്ങൾ, റെസ്റ്റോറൻറ്റ് കാര്യങ്ങളെല്ലാം. ഒരു സെൻട്രൽ മാളിൻ്റെ ഉള്ളിൽ വ്യത്യസ്തമായിട്ടുള്ള വസ്തുക്കൾ വെച്ചിട്ട് കച്ചവടം നടത്തുന്ന ഒരു ടീമാണ്. റോസ്വുഡ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന കോമ്പാണത്.
സെൻട്രൽ മാർക്കറ്റിൻ്റെ ഉള്ളിലെ ടോയ്ലറ്റിലാണ് ഞാനിപ്പോൾ. ടോയ്ലറ്റ് പറയാതിരിക്കാൻ പറ്റില്ല, കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റിക്കാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ 10 രൂപ കൊടുക്കുമ്പോഴാണ് ഇവിടെ ടോയ്ലറ്റിൽ ആക്സസ് ഉള്ളത്. പക്ഷേ നമ്മുടെ കയ്യിൽ പാസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഫ്രീ ആക്സസ് ഉണ്ട്. പക്ഷേ ഞാൻ പറയാം, ഇവിടെയുള്ള അപ്പോൾ അതിൻ്റെ അകത്ത് ഈ ഹെൽത്ത് എക്സ്ക്യൂസറൊന്നുമില്ല. ഹാൻഡ് ഹെൽഡ് ടോയ്ലറ്റാണ്, കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റിക് അല്ല, പക്ഷേ മാനുവലാണ്. എന്തായാലും എന്തെല്ലാം മാറ്റങ്ങളാണ് ദൈവമേ നമ്മുടെ ലോകത്തിൽ വന്നിരിക്കുന്നത്. എന്തായാലും സംഭവം അടിപൊളിയാണ്, നല്ല ക്ലീനാണ്, നീറ്റാണ്, എല്ലാം സൂപ്പറാണ്. നമ്മുടെ കൂട്ടത്തിലുള്ളവരൊക്കെ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ പല സ്ഥലങ്ങളിൽ പല കടകളിലായിട്ട് കറങ്ങി നടക്കുവാണ് പർച്ചേസ് ഉള്ളതുകൊണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് പ്രത്യേകിച്ച് മേടിക്കാനായിട്ടൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, അങ്ങനെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ വല്ലതും കണ്ടു കഴിഞ്ഞാൽ മാത്രമാണ് ഞാൻ നോക്കാറുള്ളൂ. അങ്ങനെ എനിക്ക് ഒരുപാട് സാധനങ്ങളോട് അങ്ങനെ കമ്പം തോന്നാറില്ല പൊതുവെ, അതുകൊണ്ട് ഞാൻ മേടിക്കാത്തതാണ്. എന്തായാലും നമ്മുടെ ആളുകളെയൊക്കെ കാണുന്നുണ്ട് സൈഡിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. നമുക്കിവിടെ എന്തായാലും 3 മണിക്കൂറോളം സമയമുണ്ട് ഈ മാൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. രണ്ടാമത്തെ നിലയിലേക്ക് ആയിട്ട് രണ്ടാമത്തെ നിലയിൽ കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. താഴത്തുള്ളതിൽ നിന്നും എന്തെങ്കിലും വ്യത്യാസമുള്ളതുണ്ടോ എന്ന് നോക്കണം. ഇവിടെ ഒരു പെർഫ്യൂം ഫാക്ടറി ഉണ്ട്. വെറൈറ്റി എന്ന് തോന്നുന്നത് അതാണ്. നമ്മൾ ചെന്ന് പറഞ്ഞ് അവർ നമ്മുടെ ഡിസൈനിൽ സംഭവം അവർ ചെയ്തു തരും. നമുക്ക് വേണ്ടുന്ന സ്മെല്ലിൽ അവർ ചെയ്തു തരും. അതാണ് പെർഫ്യൂം ഫാക്ടറി. ഒരു ദിവസം മൊത്തം കണ്ട് തീർന്നു കഴിഞ്ഞാലും നടന്നു കഴിഞ്ഞാലും തീരാത്തത്ര വിശേഷങ്ങളുണ്ട് ഈ സെൻട്രൽ മാർക്കറ്റിൽ. കൂടുതലുള്ള ഈ തുണിത്തരങ്ങൾ, അതുപോലെ തന്നെ ഈ വുഡ്സ് ഐറ്റംസ്, അതൊക്കെയാണ് കൂടുതലായിട്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ഈ ഗ്രോസറീസ്, ക്രോക്കറീസ്, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ. എന്തായാലും നല്ല റഷാണ്, എപ്പോഴും നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ എറണാകുളം ബ്രോഡ്വേ കൂടി നടക്കുന്ന പോലത്തെ ഒരു ഫീലാണ് വെരി ഗുഡ്, ഫൈൻ. എൻ്റെ ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയത് ഈ വർക്ക്ഷോപ്പാണ്. കൺവേർട്ട് ട്രാഷ് ടു സസ്റ്റൈനബിൾ ഫാഷൻ. ഇതെല്ലാം അൺനെസസറി ഐറ്റംസിൽ നിന്നും അവരുണ്ടാക്കിയെടുത്തിരിക്കുന്ന മെറ്റീരിയൽസാണ്. ബാഗുകൾ, ഡ്രംസ്, ചെറിയ പൗച്ച് ബാഗുകളൊക്കെ നല്ല രസമുണ്ട്. എന്തായാലും DIY t-shirt ready in 5 minutes. ഇതാണ് വുഡൻ ബാമ്പു. 29 മലേഷ്യൻ റിംഗറ്റാണ് ഇതിൻ്റെ പ്രൈസ്. ഇവിടെ നിന്ന് അവിടം വരെ ഓരോ ഷോപ്പുകളാണ്. ഷോപ്പുകൾ കഴിഞ്ഞാൽ നമ്മൾ മാളിൻ്റെ മുൻവശത്തുനിന്ന് നമ്മൾ
വന്ന് എൻഡ് ചെയ്യുന്ന ഒരു ബൈ റോഡിലേക്കാണ്. അവിടെ ആണെങ്കിൽ കുറച്ച് മണി എക്സ്ചേഞ്ച് ഷോപ്പുകൾ, അങ്ങനെയുള്ള ഷോപ്പുകളും കാര്യങ്ങളൊക്കെ. നല്ല തണലാണ്, ഒരുപാട് മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഈ സൈഡിലെല്ലാം. എന്തായാലും നിങ്ങൾ പർച്ചേസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന മലേഷ്യയിൽ വരുമ്പോഴത്തേക്കും ഇതുപോലുള്ള സെൻട്രൽ മാർക്കറ്റിലേക്ക് വരേണ്ടതാണ്. കാരണം ഒരുപാട് വസ്തുക്കൾ മേടിക്കാനും ഒരുപാട് സെലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനു മുമ്പ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് എനിക്ക് അവിടുത്തെ ഓണർ ഒരു 1000 പാകിസ്ഥാൻ സ്മോൾ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനിപ്പോൾ ഇവിടെ എക്സ്ചേഞ്ചിൽ കൊടുത്തിന് റിങ്കറ്റായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ നിൽക്കുവാണ്. അപ്പോൾ അവർ എത്ര തരുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഇതിനു മുമ്പ് ഒരു സ്ഥലത്ത് ചെന്നു, അവിടെ എടുത്തില്ല. അവർ പറഞ്ഞു പക്ഷേ 15 മലേഷ്യൻ റിങ്കറ്റ് തരും എന്നാണ് പറഞ്ഞത്. ചിലപ്പോൾ അതിൽ കൂടുതലും ഉണ്ടാവും. പിന്നെ വേറൊരിടത്ത് ചെന്നു, അവരെടുക്കില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും നടന്ന് പുറത്ത് വന്നു കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഒരു ഷോപ്പ് കണ്ടു മണി എക്സ്ചേഞ്ചിന്. അങ്ങനെ അവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും അവരെടുത്തു. അത് എനിക്ക് വന്ന ചെറിയ എമൗണ്ട് ആയതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അവരെടുക്കാതിരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അത് കൊടുത്തിട്ടുണ്ട്, ഞാൻ വെയിറ്റ് ചെയ്യുവാണ്. 1000 പാകിസ്ഥാൻ സ്മോൾ കൊടുത്തപ്പോഴത്തേക്കും നമുക്കവർ 12 റിങ്കറ്റാണ് ചേഞ്ച് ചെയ്ത് തന്നത്. അപ്പോൾ 0.012 ആണ് അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. 12 യൂറോ റിങ്കറ്റോളം വരും. ലോക്കലിലുള്ള ഇക്ബാൽ എന്ന് പറഞ്ഞ ഒരാളായിട്ട് നമ്മൾ സംസാരിച്ചു. അപ്പോൾ ഈ മലേഷ്യൻ ഗവൺമെൻറ് എന്ന് പറയുന്നത് സപ്പോർട്ടീവായിട്ടുള്ളൊരു ഗവൺമെൻറ്റാണ്. അവർ അത്യാവശ്യം ആളുകളൊക്കെ സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നെസസറി ഉള്ള ഫാമിലികൾക്ക് നമ്മുടെ ഗവൺമെൻറ്റിനെ പോലെ തന്നെ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം എൻ്റെ പുറകിലിരിക്കുന്ന ഈ സ്ക്രാപ്പുകൾ കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എന്തൊരു മോഡലാണ് ഡു നോട്ട് ക്ലൈംബ് ഓർ സിറ്റ് എന്നുള്ള വണ്ടിയുടെ സ്ക്രാപ്പ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിട്ട് ഉള്ള ഒരു വസ്തുവാണ്. എന്തായാലും നല്ല രസമുണ്ട്. പിന്നെ ഈ നാജാമിൻ്റെ ഫാമിലിയിൽ നിന്ന് അങ്ങനെ വലിയ സപ്പോർട്ടുകളോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ലെങ്കിലും അത് അയാൾ വ്യക്തമായിട്ട് പറഞ്ഞു. പിന്നെ കൊറോണയ്ക്ക് മുമ്പ് എക്കോണമി ഇത്തിരി ഡൗൺ ആയിരുന്നു. ഇപ്പോൾ പുഷപ്പ് ചെയ്ത് വീണ്ടും അത്യാവശ്യം നല്ല പിക്കപ്പിലേക്ക് വന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും കേൾക്കുമ്പോൾ നല്ല സന്തോഷം തോന്നി. കാരണം ഗവൺമെൻറ് അത്യാവശ്യം വിജിലൻ്റായിട്ട് തന്നെ ചെയ്യുന്നുണ്ടല്ലോ എല്ലാ കാര്യങ്ങളും. അത് തന്നെ നല്ലൊരു കാര്യം. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇനി ഇവിടെ ഒരു ചൈന മാർക്കറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ചൈന മാർക്കറ്റ് എവിടെയാണെന്നൊന്ന് നോക്കണം. ഒന്ന് മേടിക്കാനൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് നടന്ന് കാണാനും അവിടെ എന്തൊക്കെ ഉണ്ടെന്നുള്ളതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനും വേണ്ടിയിട്ടൊക്കെയാണ്. അപ്പോൾ അവർ കൂട്ടത്തിലില്ല, ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് ഇറങ്ങി. അപ്പോൾ ഇനിയിപ്പോൾ ചൈന മാർക്കറ്റ് അവിടെ കാണണം. ഞാൻ സംസാരിച്ചതിൽ വെച്ചിട്ട് അവർ പറഞ്ഞ അവിടെ ഒരു വലിയ ആർച്ച് ഉണ്ടാവും. ആ ആർച്ച് ഫോളോ ചെയ്ത് പോയാൽ മതിയെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ആർച്ച് ഫോളോ ചെയ്ത് പോകണം. അപ്പോൾ എന്തായാലും ഞാനിവിടെ പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ കണ്ട് നല്ല രസമാണ്. പബ്ലിക് ട്രാൻസ്പോർട്ടിന് ഓടുന്ന ബസ്സുകളും കാര്യങ്ങളൊക്കെ നല്ല ലക്ഷറി ബസ്സുകളാണ്. നമ്മുടെ നാട്ടിലെ വോൾവോ ടൈപ്പ് ബസ്സുകളാണ് ഇവിടെ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഓടുന്നതല്ല. ചൈനീസ് മാർക്കറ്റ്, ചൈന മാർക്കറ്റ് ഓൺ ദ റൈറ്റ് സൈഡ്, ദിസ് വൺ. താങ്ക് യു. അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ അവിടെ ഒരു ചെറിയൊരു ആർച്ചുണ്ട്. ആ ആർച്ചിൻ്റെ അവിടെ നിന്ന് കട്ട് ചെയ്ത് റൈറ്റിലേക്ക് പോകണം. അതാണ് ചൈന മാർക്കറ്റ് എന്ന് പറയുന്നത്. എന്തായാലും പോകുന്ന വഴിയിലുള്ള ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം. എന്തായാലും നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ്. റോഡ് ക്രോസിങ് നോക്കുന്നില്ല, വണ്ടി ഇല്ല അധികം. അതുകൊണ്ട് ഞാൻ ആ ഗ്യാപ്പ് നോക്കി അങ്ങോട്ട് ക്രോസ് ചെയ്യുകയാണ്. നമ്മൾ അവിടുത്തെ ക്രോസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും തന്നെ ഇഷ്ടംപോലെ പൂവാണ് ഇവിടെ നിരത്തി വെച്ചിരിക്കുന്നത്. ഇനി എന്തായാലും ക്രോസ് ചെയ്യുകയാണ്. എന്തായാലും നമ്മളൊരു കാര്യമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞു തരാനൊക്കെ അവർക്ക് നല്ല മനസ്സാണ്. ഫാസ്റ്റായിട്ട് തന്നെ അവർ റെസ്പോണ്ട് ചെയ്യും. കുഴപ്പങ്ങളിലൊന്നും കൊണ്ട് ചാടിക്കില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഞാൻ വന്നത് മുതൽ കാണുമ്പോൾ ശ്രദ്ധിക്കുന്ന ഓരോ ഒരു കാര്യമാണ് ഡുരിയാൻ. ഞാൻ ഡുരിയാൻ്റെ ചോക്ലേറ്റ് എല്ലാം കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഡുരിയാൻ എന്ന് പറയുന്നത് ചക്കയുടെ ടൈപ്പിലുള്ളൊരു ഫ്രൂട്ടാണ്. അതിവിടെ ഭയങ്കര ഫേമസ് ആണ് ഈ ഡുരിയാൻ ഫ്രൂട്ട് എന്ന് പറയുന്നത്. നമ്മൾ ചൈനീസ് മാർക്കറ്റിൻ്റെ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ചൈനീസ് മാർക്കറ്റ്. ഇത് സെപ്പറേറ്റ് ആയിട്ട്
സ്ഥിതി ചെയ്യുന്ന ഒരു മാർക്കറ്റാണ്. എല്ലാ സാധനങ്ങളും ഭയങ്കര വിലക്കുറവിൽ കിട്ടുന്നൊരു സ്ഥലമാണെന്നാണ് പറഞ്ഞത് ഇവിടുത്തുകാർ. ലോക്കൽ ട്രേഡേഴ്സ് അങ്ങുണ്ട് കേട്ടോ, കിലോമീറ്ററുകളോളം ഉണ്ട്. നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെൻഡാമേനയിൽ നമ്മൾ പോയി സാധനങ്ങൾ മേടിക്കുമ്പോഴത്തേക്കും ആ കാണുന്ന ടൈപ്പുള്ള ഐറ്റംസാണ് ഇവിടെയുള്ളതെല്ലാം. അത്ര ക്വാളിറ്റി ഒന്നും പ്രതീക്ഷിക്കുന്നില്ല, പക്ഷെ ഒരുപാട് വസ്തുക്കളുണ്ട് എന്ന് കാഴ്ചയിൽ തന്നെ മനസ്സിലാവും. രണ്ടാമത്തെ ഭാഗത്തിലേക്ക് മാറി ജസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും തീർന്നിട്ടില്ല. വെറൈറ്റികളുടെ ഒരു ഏരിയ തന്നെയാണ് ഈ ചൈനീസ് മാർക്കറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ പോലെ തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. രണ്ട് സൈഡിലും ആക്സസബിൾ ആയിട്ടുള്ള ഒരു 1 കിലോമീറ്റർ നീളത്തിൽ ഒരു 10 മീറ്റർ വീതിയിൽ കൂടുതലുള്ള ഒരു മാർക്കറ്റ് അങ്ങനെ അങ്ങ് പോവാണ്. ഒരുപാട് വെറൈറ്റി ഐറ്റംസിൻ്റെ ഒരു കളക്ഷൻ ഉണ്ട് ഇവിടെ. വില കൊണ്ട് നമ്മളിപ്പോൾ ആ സെൻട്രൽ മാർക്കറ്റിൽ കയറിയപ്പോഴത്തേക്കും കണ്ട ബനിയൻസിനൊക്കെ ഏകദേശം 10 രൂപയാണ് ഒരെണ്ണത്തിന്. ഇവിടെ പല സ്ഥലങ്ങളിലും 15 രൂപയൊക്കെയാണ് അതിനിട്ടിരിക്കുന്നത്. അപ്പോൾ വില കൊണ്ട് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എന്തായാലും റീസണബിൾ ആയിട്ടുള്ള പ്രൈസ് ആയിരിക്കും. നമ്മൾ ചിലപ്പോൾ ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് നമുക്ക് തോന്നുന്നതായിരിക്കാം പ്രൈസ് ഭയങ്കര അധികമാണെന്നുള്ളത്. എന്തായാലും ഞാനിവിടെ നിന്ന് ഇനിയിപ്പോൾ തിരിച്ച് പോവാണ്. ഏകദേശം നമ്മുടെ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ക്രോസ് ചെയ്യുന്ന കയറുന്ന റോഡ് ക്രോസ് ചെയ്യുന്ന കയറുന്ന റോഡാണ് ഈ കാണുന്നത് നമ്മുടെ മുന്നിൽ. ലോകത്തിലെ 2ാമത്തെ ഏറ്റവും വലിയ ടോളസ്റ്റ് ആയിട്ടുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ സൈഡിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. ഇപ്പോൾ പെറ്റാലിൻ സ്ട്രീറ്റ് എന്നാണ്, ജലൻ പെറ്റാലിൻ സ്ട്രീറ്റ്. എന്തായാലും നമ്മുടെ ഗ്രൂപ്പിലൊന്നും ഇല്ലാത്ത അത്യാവശ്യം മലയാളികളും ഈ ഏരിയയിലൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് മലയാളികളൊക്കെ കണ്ടു. എന്തായാലും സംസാരിക്കാനൊന്നും പറ്റിയില്ല, പക്ഷെ മലയാളികളും അത്യാവശ്യം വരുന്ന മാർക്കറ്റ് തന്നെയാണ് ഇവിടെ. ഇപ്പം കണ്ട ഇവിടുത്തെ ഈ ബോങ് സ്മോക്കൊക്കെ വിൽക്കുന്ന കടയാണെന്ന് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ മെറ്റീരിയൽസ് വിൽക്കുന്ന കടയാണെന്ന് തോന്നുന്നത്. ഇതാണ് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സുകൾ. ഇലക്ട്രിക് ബസ്സാണ് കേട്ടോ എല്ലാം. അപ്പോൾ നമ്മളിത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓതൻറ്റിക്കേറ്റ് ഇന്ത്യൻ വെസ്റ്റേൺ റെസ്റ്റോറൻറ്റിലാണ് വന്നിരിക്കുന്നത്. ആണ് ഇതിൻ്റെ റെസ്റ്റോറൻറ്റ് പേരെന്ന് മാംഗോ കഫേ. അപ്പോൾ ഇത് മാംഗോ കഫേ എന്നാണ് പേര്. ഇത് ഈ ആളാണ് നമ്മുടെ ഡ്രൈവർ അണ്ണൻ എന്ന് പറയുന്നത്. അദ്ദേഹം ആണ് എങ്കിരുന്ന് നിങ്ങൾ എങ്കിരുന്ന് 7th generation. മലേഷ്യയിൽ ആണ്, തമിഴ്താണ് ബേസിക്കലി. അപ്പോൾ ഈ തമിഴ്നാട്ടിൽ ജനിച്ച് വളർന്ന ഇവരുടെ 7th ജനറേഷനിലാണ്. റിലേറ്റീവ്സ് എല്ലാം അங்கே இருக்குல்ல. അപ്പോൾ நான் சாப்பாடு முடிச்சிட்டியா? ഓക്കെ, இந்த സ്ലീപ്പ്. അപ്പോൾ നമ്മൾ ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറുവാണ്. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് പറയാം ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം. അതായത് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് ഹോട്ടലിൽ വന്നു. പിന്നെ ഡിന്നർ ചോറായിരുന്നു. അപ്പം, പുട്ട്. നമ്മുടെ ഒരു മലപ്പുറംകാരനായിരുന്നു ഹോട്ടലിൻ്റെ മാനേജറെല്ലാം. പിന്നെ ഫ്രൈഡ് റൈസ്, ചിക്കൻ ഫ്രൈ, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം. അപ്പോൾ നാളത്തെ പ്ലാൻ എന്താണെന്ന് പറഞ്ഞാൽ, നാളെ പ്രത്യേകിച്ച് പ്ലാന് അധികമൊന്നുമില്ല. 11 മണിയാകുമ്പോഴത്തേക്കും നമ്മൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യും. പിന്നെ നമ്മളൊരു അക്വേറിയം ഷോയ്ക്ക് പോകുന്നുണ്ട്. പിന്നെ ലഞ്ച് കഴിഞ്ഞിട്ട് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഷോപ്പിങ്ങിനോ കാര്യങ്ങൾക്കോ നമ്മൾ പോകുന്നുണ്ട്. അതും ടൈം ഉണ്ടെങ്കിൽ മാത്രം. അപ്പോൾ അതാണ് നാളത്തെ പ്ലാന്. അപ്പോൾ കൂടുതൽ എക്സ്പെക്റ്റേഷനൊന്നും വേണ്ട.
അപ്പോൾ ഞാനിനിയിപ്പോൾ റൂമിലേക്ക് പതിവ് പോലെ തന്നെ ടയർഡാണ്, റൂമിലേക്ക് പോവുകയാണ്, അപ്പോൾ കിടന്നുറങ്ങുവാണ്. അപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് നാളെ കാണാം. അത് പാർട്ട് 4 ആയിട്ട് ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ ബൈ.